എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷനാണ് ടിക്കി ടാക്ക. രോഹിത് വി എസ് സംവിധാനം ചെയ്ത് ആസിഫ് അലി നായകനാവുന്ന സിനിമയാണ്. ആസിഫ് അലിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ സ്പെഷ്യൽ ഗ്ലിംസ് വീഡിയോ, അതായത് സ്പെഷ്യൽ ടീസർ എന്ന് വേണമെങ്കിൽ പറയാം. എന്താല്ലേ, ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ്. പിന്നെ ടിക്കി ടാക്ക എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഭ്രാന്ത് കയറുന്നുണ്ട്. സത്യം. ഒന്നാമത് അതിലെ കാസ്റ്റിംഗ് തന്നെ അമ്പോ ഒരു രക്ഷയില്ല. എല്ലാരും കൂടെ ഒരുമിച്ച് വരുന്നു. ഭീകരാണ്. നസ്ലനുണ്ട്, അതെ, പിന്നെ ലുക്മാനുണ്ട്, സംഗീത് പ്രതാപ്, പിന്നെ കാമിയായിട്ട് പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജ് പിന്മാറി, പകരം വിശാലാണെന്നുള്ളതാണ് കേൾക്കുന്നത്. വിശാൽ പിന്നെ നമ്മൾ പിടിച്ചു. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ വാമിക ഗബ്ബി, അതെ, അതും പോരാഞ്ഞിട്ട് ആൻഡ്രിയ ജെർമിയ, മാഡോണ സെബാസ്റ്റ്യൻ, അതായത് കല്യാണി പ്രിയദർശന് പകരം മാഡോണ സെബാസ്റ്റ്യൻ. കല്യാണി തിരക്കായി പോയേ. ബിസി അല്ലേ, ഒറ്റ ലോക. എന്തൊരു ബിസി, ഒറ്റ ലോക, രണ്ട് പല്ലു. അതെ, അത് വെച്ചിട്ട് ആള് ഇന്ത്യ പിടിച്ചോണ്ടിരിക്കാപ്പോ, കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. എന്തായാലും ടിക്കി ടാക്ക മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവിയാണ് നമ്മുടെ മലയാളത്തിൻ്റെ. അതായത് ആസിഫ് അലിയുടെ KGF എന്നുള്ള രീതിയിൽ ഇതിനെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിന് കാരണം ആസിഫ് അലി എന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു KGF എന്നുള്ള രീതിയിൽ. എന്തായാലും ഒരുപാട് പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. സിനിമയുടെ ഗ്ലിംസ് വീഡിയോ ഒന്നുണ്ട്, കാണാം. ഓക്കെ. ഇതിൽ ആദ്യത്തെ, അതായത് കഴിഞ്ഞ ബർത്ത്ഡേക്ക് വന്ന ഒരു ഗ്ലിംസ് വീഡിയോ ഉണ്ട് കേട്ടോ, ഒരു ചെറുത്, അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. രോഹിത് വി എസ് ആണ് കേട്ടോ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. Thanks for all the wishes. Felt so loved. Felt so happy. And I know you guys are waiting for the teaser. No. The teaser is not coming. Thank you. വല്ല ടീസർ ഇറക്കാൻ എനിക്കെന്താ ഭ്രാന്ത്. As we are filming the last lap of this film, this has been the most tiring birthday ever. You guys wait for Tiki Taka. Wait for John Denver. Oh. Cheers. Character revealing. Character John Denver. Oh. ചെറിയൊരു KGF പരിപാടിയായിട്ടാണല്ലോ. Heavy Basroor. ഇത് അടുത്ത ടീസറാണ്, അതായത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ടീസറാണ്. അത് കാണുന്നതിന് മുൻപ് ഒരു കാര്യം പറയാനുണ്ട്. നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയ എന്തോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞ ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതാ ലാസ്റ്റത്തെ ബ്ലാസ്റ്റിലേക്കുള്ള തുടക്കമാണ്. ഓരോന്നോരോന്ന് പൊട്ടിയാണല്ലോ ഫുള്ളാണ്ട് ബ്ലാസ്റ്റ് ചെയ്യുന്നത്. വലിയൊരു പൊട്ടലൊട്ടിയില്ലേ. ഓക്കെ. പേര് ഒരു രക്ഷയില്ലാട്ടോ, ജോൺ ഡെൻവർ. എനിക്ക് ഏതില്ലേ ആസിഫ് അലിയെ കണ്ടിട്ടേ സൂര്യയെ പോലെ തോന്നിയോ? ചെറിയൊരു സൂര്യ ലുക്കില്ലേ, ആ ഇരുത്തോ ആ സ്റ്റൈലും. പിന്നെ പടത്തിലാ സൂര്യന്റെ ഉള്ളത്. ഇങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സീനിനെ കുറിച്ച് ഞാൻ പറയാം. അതായത് കറുപ്പ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. ആ സിനിമയുടെ അപ്ഡേറ്റ് പ്രതീക്ഷകരിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സംവിധായകൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ RJ ബാലാജി, ഇന്ന് അപ്ഡേറ്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ അപ്ഡേറ്റ് എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അപ്ഡേറ്റ് അല്ലത്. അത് ശരിയാണല്ലോ, ടീച്ചർ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കല്ലേ, പക്ഷെ ടീച്ചർ തരൂല എന്ന് പറഞ്ഞ സാധനമാണുള്ളത് അല്ലേ? ആടാ, അത് സത്യം. അതായത് ഈ ടീച്ചർ എല്ലാരും ടീച്ചറും ഗ്ലിംസ് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കിട്ടിയത് അതായത് ക്യാരക്ടർ റിവീലാണ്. അതായത് ആളുടെ പേര് പറയുന്നു, അത്ര മുൻപ് ആ പേര് പറഞ്ഞിട്ടുണ്ട്. ഡെൻവർ എന്നുള്ള പേര് ആൾറെഡി പുറത്തു വന്നതാ. പക്ഷെ ഇത് ഒഫീഷ്യലായിട്ട് ആ ക്യാരക്ടർ തന്നെ വന്നിട്ട് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഇരുത്തം എവിടെയോ ഒരു ടച്ച് ഉണ്ട്. അതായത് അത് എവിടെയോ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു സെയിം സാധനം. സൂര്യ പല സിനിമകളിലും ആ രീതിയിലാണ് ഇരിക്കുന്നത്, ഇങ്ങനെ കുറച്ച് കടന്നിരിക്കുന്ന രീതിയാണ്. ഇങ്ങനെ കഴിച്ചിട്ടുള്ള ഒരു പരിപാടി നല്ല ഭംഗിയുണ്ട്. ഓക്കെ. എന്തായാലും കഴിഞ്ഞ ബർത്ത്ഡേക്ക് വന്ന ആളാ അത് വീഡിയോയിൽ വലിയ ഡയലോഗ് അടിച്ചില്ലേ, ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇത് പറയുന്നത് പൊട്ടിക്കുന്നതിനെ കുറിച്ച്. ഇവിടെ അതുണ്ടെന്ന് നോക്കി ഓർത്താൽ മതി.
എന്ത് കഷ്ടം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം വന്ന ഫിലിംസ്. അതിലായിരുത്താ വേറിട്ട രീതിയിലുള്ള 2 ടീസേഴ്സ് അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ എന്താണെന്നറിയോ, ഇത് ആദ്യം ഇറക്കിയത് കൊണ്ടാണ് ഇനി അടുത്ത ബർത്ത്ഡേക്ക് ഒരു ടീസർ എന്നുള്ള രീതിയിൽ ഇറക്കാതിരിക്കുന്നത്. അല്ലേ, അത് ആസിമലി പറഞ്ഞൊരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊല്ലം ടീസർ ഒക്കെ എടുക്കാൻ എന്താ പ്രാന്തോ. ഇതിപ്പോ എത്ര വർഷം ഇത് തുടങ്ങിയിട്ട് അടുത്ത ബർത്ത്ഡേക്ക് മുന്നെങ്കിലും തരുമോ സിനിമ പുറത്ത്? അത്ര ചോദിക്കാം അല്ലേ. അതുകൂടി ഒരു 3ാമത്തെ ബർത്ത്ഡേ ആവും. അതാണ്. അപ്പൊ ഇത് പറയാൻ പറ്റില്ല ഇനി എങ്ങോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് വർഷാവർഷം ടീസർ ഇറക്കാൻ എന്താ ഭ്രാന്താണോ? അതെ, ആ ചോദ്യം ടീസറൊന്നും ഇറക്കണ്ട, സിനിമ ഇങ്ങോട്ട് ഇറക്കി വിടും. അതെ, എന്തായാലും ഉടനടി സിനിമ തിയേറ്ററിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഒരുപാട് വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ്, കാത്തിരിക്കുന്നു. ആളെന്നെ പറഞ്ഞില്ലേ ഫൈനൽ ലാപ്പിലാണെന്നൊക്കെ പണ്ടുള്ളവർ പറയില്ലായിരുന്നോ, കൊടുത്താൽ കൊല്ലത് കിട്ടുന്നത്. ചെറുക്കനെ വിളിക്കണോ? വേണ്ട, ഓട്ടെ, പാവല്ലേ. എന്താ പേരില്? സത്യം, ജോൺ ഡെൻവർ. ഒരു സാധനം. ഇതിപ്പോൾ ആ സെക്കൻഡ് കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ടീസർ? അതിലുണ്ടല്ലോ ഒരു സാധാരണ നാട്ടിൻപുറത്ത് ലുക്കിലേക്ക് ആൾ വരുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ലുക്കിലേക്ക് ആൾ മാറുന്നത്, ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നുള്ളത് ഇതൊന്ന് വ്യക്തമാട്ടോ. അത് താഴെ നിന്നാണ് മുകളിലേക്ക് വരുന്നത്. അതായത് ഫസ്റ്റത്തെ ടീച്ചറിൽ ഉണ്ടായിരുന്ന പോലെ ഒരു നാട്ടിൻപുറത്തെ ആ ഒരു ലുക്കിൽ നടക്കുന്ന ആള് തന്നെയാണ്. അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളില്ലാത്ത കേട്ടോ. സംഘർഷമാണ് ആ ജീവിതം മൊത്തം. സംഘർഷഭരിതമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകണം. അപ്പോഴാണ് ആ ജീവിതത്തിന്റെ തുടിപ്പും സാധാരണ പോലെ നമ്മുടെ മുന്നിൽ വന്നിട്ട് ടീച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ടീച്ചർ തരില്ല എന്ന് പറയുന്നു. ആ സമയത്ത് കണ്ടോ, അപ്പൊ പോലും സംഘർഷങ്ങളാണ്. ബാക്കിൽ എന്തൊക്കെയോ ഇടിമുഴക്കങ്ങളും കറണ്ട് അടിച്ച് എന്തൊക്കെയോ പൊട്ടിത്തെറിക്കുന്നു. പാവം ജീവിതമാണ്. അയ്യോ, എന്താണ് ഈ കൊള്ളാട്ടോ, നൈസായിട്ടുണ്ട് പടം. എന്തായാലും ഈ വർഷം തന്നെ പുറത്തിറങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. വെറുതെ കസേരയിൽ ഇരിക്കുക, ജസ്റ്റ് പറഞ്ഞാൽ മതി ഇത് കുറെ വിശ്വാസമൊക്കെ വന്നല്ലോ, അതിന് നന്ദി. പിന്നെ ടീച്ചർ വരില്ല എന്ന് പറയാം, പിന്നെ ക്യാരക്ടർ നെയിം അങ്ങ് റിവീൽ ചെയ്തിട്ട് നിർത്തിയാൽ മതി. അതിന്റെ ഇടയിൽ ഇമാതിരി പണിയൊക്കെ ചെയ്യുന്നുള്ള ടീം പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതിനിടയ്ക്ക് ഇത് കണ്ടോണ്ടിരിക്കുന്ന ആർജെ ബാലാജി, ഇതല്ലേ ചെങ്ങ ഞാനങ്ങ് സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞിട്ട് പോയത്. സിമ്പിൾ ആയിട്ട് വരിക, ഇന്ന് കറുപ്പിന്റെ അപ്ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഫോണ് മുന്നിൽ, അത് ക്ലിയർ ഒന്നും ഇല്ലാത്തൊരു ഫോണ്, സിമ്പിൾ ആയിട്ടുള്ള HD ക്ലാരിറ്റി ഒന്നും വേണ്ട, സാധാരണ ഫോൺ ഓണാക്കി വെക്കുന്നു, മുമ്പിൽ വന്നു നമസ്കാരം എല്ലാവർക്കും നമസ്കാരം. അതിനുവേണ്ടി ഇത്രയും കാശ് മുടക്കുന്ന മലയാള സിനിമയൊന്ന് അയ്യോ. എന്താണെങ്കിലും സിനിമ ഗംഭീരമാട്ടെ, വെയിറ്റിംഗിലാണ്. ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന സിനിമകളിൽ ഒന്നാണ് കേട്ടോ ടിക്കറ്റ്. ഞാൻ വെയിറ്റ് ചെയ്യുന്നതിനറിയാം, ഈ വീഡിയോ ഒന്ന് നിർത്തിയിട്ട് വേണം 2 പോയി പറയാൻ. ആദ്യം പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി വന്നത് ഒരു 20 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ കിട്ടും അവർക്ക്. ആ 20 മിനിറ്റ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള പണികളുണ്ടാവും. എന്താ പറയാ, 20 മിനിറ്റ് 10 മിനിറ്റിലെങ്കിലും ഒന്ന് നിർത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് 20 മിനിറ്റ് കയറ്റി പറഞ്ഞത്. ഇത് 5 മിനിറ്റ് പോലും സമ്മതിച്ചില്ല എന്ന്. എങ്ങനെയുണ്ട്? അല്ല, ഇതിനു മുന്നേ ചായക്ക് കയറിയ സമയം ഉണ്ടായിരുന്നു, അപ്പൊ വീഡിയോ ഇടാതെയായിരുന്നു. അതെ, നമ്മുടെ ഭാഗത്തുകൊണ്ട് തെറ്റുണ്ട്. പിള്ളേച്ച നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ഈ വീഡിയോയിലൊന്നുമില്ല, വെറുതെ ഒന്നിരിക്കുക. ആദ്യം പറയണത് അല്ല, നമ്മള് കണ്ടിട്ടില്ലല്ലോ.